ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കുറേ ദിവസമായില്ലേ ഞാൻ വീഡിയോ ഇട്ടിട്ട് എന്താണെന്ന് വെച്ചാൽ ഓരോ കാര്യങ്ങൾ കൊണ്ട് തിരക്കിലായിപ്പോയി. അതാണ് എനിക്ക് വീഡിയോ ഇടാൻ പറ്റാഞ്ഞത്. പിന്നെ കുറേ പേര് ഒന്ന് രണ്ട് പേരൊക്കെ എന്നോട് ചോദിച്ചായിരുന്നു, നമ്മുടെ പ്രാർത്ഥനകൾ സാധിച്ചു കിട്ടാൻ എന്ത് ചെയ്യണം, നമ്മളെങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? എൻ്റെ ആഗ്രഹം, എനിക്കൊരു കാര്യമുണ്ട്, അതെനിക്ക് സാധിച്ചു കിട്ടാൻ ഞാൻ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യേണ്ട കാര്യം കൺസിസ്റ്റൻസി ആയിട്ട് അതിനെ പ്രാർത്ഥിക്കുക. നമ്മൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കുക. എഴുതി വെച്ച് പ്രാർത്ഥിച്ചാൽ കിട്ടാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു സത്യസന്ധതയും ഒരു ക്ലാരിറ്റിയും ഉണ്ടായിരിക്കണം. ഞാൻ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്, എന്ത് വിഷയത്തിനാണ് പ്രാർത്ഥിക്കുന്നത്, ഈ പ്രാർത്ഥിക്കുന്ന കാര്യം എനിക്ക് ആവശ്യമുള്ളത് തന്നെയാണോ, ഇതെല്ലാം നമ്മൾ ഈ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. അതുപോലെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഈ ഒരു കാര്യത്തിനെ പറ്റി വ്യക്തമായ ധാരണ ഉണ്ടാവണം. ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യം, ഞാനൊരു പഠിക്കുന്ന കുട്ടിയാണ്, ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ എനിക്ക് പരീക്ഷയ്ക്ക് ഇത്ര മാർക്ക് വേണം, അത് എൻ്റെ മനസ്സിനുള്ളിൽ ഉണ്ടായിരിക്കണം. എനിക്ക് ഇത്ര മാർക്ക് സ്കോർ ചെയ്യണം, എനിക്ക് പേപ്പറിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യാൻ പറ്റണം, ഞാൻ വിജയിക്കുമ്പോൾ എനിക്ക് ഇത്ര ശതമാനം മാർക്ക് വേണം എന്നുള്ളത് ആ കുട്ടിയുടെ മനസ്സിനുള്ളിൽ ഉണ്ട്. അത് അങ്ങനെ തന്നെ ആയിരിക്കണം. അത് കിട്ടുമോ, ഞാൻ എക്സാം പേപ്പർ കിട്ടുമ്പോൾ എനിക്കിതൊക്കെ എഴുതാൻ പറ്റുമോ, അങ്ങനെയുള്ള ഒരു സംശയവും പാടില്ല. നമുക്ക് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ എഴുതി വെച്ച് പ്രാർത്ഥിക്കുക. നമ്മൾ ഏത് കാര്യവും കൺസിസ്റ്റൻസി ആയിട്ട് എഴുതി വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് കിട്ടിയിരിക്കും. നമ്മളത് ദൈവത്തിന് സമർപ്പിക്കണേണ്. ആ ദൈവമഹത്വത്തിന് വേണ്ടിയിട്ട് നമ്മൾ സമർപ്പിക്കണേണ്. എൻ്റെ ദൈവമേ, എനിക്കിത് ചെയ്തു തരുമെന്ന് ഞാൻ അങ്ങയോട് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഞാനിതിനെ അങ്ങയോട്ട് സമർപ്പിക്കുന്നു. നന്ദി പറയുക, ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. എപ്പോഴും എല്ലായ്പ്പോഴും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക കൺസിസ്റ്റൻസി ആയിട്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു കാര്യം നടക്കും, ഷുവറായിട്ട് നടക്കും. പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലേ, സത്യസന്ധതയുള്ളതായിരിക്കണം. എന്ത് പ്രാർത്ഥിക്കുമ്പോഴും അതിനൊരു ക്ലാരിറ്റി, ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം. എനിക്കോ നിനക്കോ എന്നുള്ളതല്ല, ഇത് ദൈവത്തിന് എത്രമാത്രം സ്വീകാര്യമായിരിക്കുമോ അത്രത്തോളം എത്തണം നമ്മുടെ പ്രാർത്ഥന. ദൈവത്തിനോട് പറഞ്ഞു കൊടുക്കണം അതിൻ്റെ കാര്യങ്ങൾ. എനിക്കിത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇതെന്തൊക്കെ ചെയ്യും, ഇതെനിക്ക് കിട്ടിയാലുള്ള ബെനിഫിറ്റ്. പിന്നെ നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന ഒരു മഹത്വം, അതും നമ്മൾ ദൈവത്തിനോട് പറയണം. എല്ലാ കാര്യങ്ങളും ദൈവം അറിയുന്നുണ്ടെന്ന് നമ്മൾ പറയുന്നുണ്ട്. ദൈവത്തിനെല്ലാം അറിയാം. അല്ല, അങ്ങനെയല്ല. ദൈവത്തിനോട് നമ്മൾ ചോദിച്ച് മേടിക്കുകയാണ് ഓരോ കാര്യങ്ങൾ. അങ്ങനെയാണെങ്കിൽ ദൈവത്തിനെല്ലാം അറിയാമെന്ന് നമ്മൾ പറയണമെങ്കിൽ പാവപ്പെട്ടവനും സമ്പന്നനും എല്ലാം ഒരേപോലെ ആയിരിക്കില്ലേ? ഒരാൾക്ക് പാവപ്പെട്ടവനാണ്, ഒരാൾ സമ്പന്നനാണ്. ഈ പാവപ്പെട്ട മനുഷ്യന് ജോലിയില്ല, അവന് താമസിക്കാൻ വീടില്ല എന്ന് ദൈവത്തിന് മുൻകൂട്ടി അറിഞ്ഞാൽ ദൈവത്തിന് അങ്ങോട്ട് സമ്പാദിച്ചു കൊടുത്താൽ പോരെ? അങ്ങനെ ചെയ്യുന്നില്ലല്ലോ. സമ്പന്നൻ എപ്പോഴും സമ്പന്നനായിക്കൊണ്ടേയിരിക്കുന്നു, പാവപ്പെട്ടവൻ എപ്പോഴും പാവപ്പെട്ടവനായിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണെന്നറിയാവോ? സമ്പത്തുള്ളവൻ എന്നും തൻ്റെ സമ്പത്തിനും തൻ്റെ അഭിവൃദ്ധിക്കും ദൈവത്തോട് നന്ദി പറയുന്നുണ്ട്. കാരണം അവൻ ഇനി താഴെ പോകാൻ അവൻ ഒട്ടും ആഗ്രഹമില്ല. അവന് നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് ഒരടി താഴ്ത്തു പോകാൻ അവൻ ആഗ്രഹിക്കില്ല. ഒരു പടി മുകളിലേക്ക് ഹൈയിലേക്ക് പോകാനേ അവൻ ചിന്തിക്കുള്ളൂ. ഒരു പാവപ്പെട്ടവൻ ചിന്തിക്കുന്നത് എന്താണ്? ഞാനിനി ഇതിനേക്കാളും അവസ്ഥയിലാണ് ഞാൻ ജീവിക്കുന്നത്, എനിക്കിനി എന്ത് നേട്ടം, ഞാൻ എങ്ങനെ ജീവിക്കാനായിട്ടാണ്? നമ്മളെപ്പോഴും താഴ്ന്ന രീതിയിലാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവൻ നേട്ടങ്ങൾ വേണമെന്ന മനസ്സിനുള്ള ആഗ്രഹം ഉണ്ടായാലും ഒരു ശങ്കയാണ്, ഒരു അവിശ്വാസമാണ്. എനിക്ക് കിട്ടുമോ, ഞാൻ പാവപ്പെട്ടവനാണ്, എനിക്ക് കിട്ടുമോ, എൻ്റെ മക്കൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ, ഒരു അവിശ്വസ്തതയാണത്. ചെയ്യാൻ പറ്റില്ല. അയാൾ എത്ര സമ്പന്നനാണ്, അയാൾക്ക് എന്തോരം സ്വത്തുകളാണുള്ളത്, അതെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. പാവപ്പെട്ടവൻ എന്താണ്, എപ്പോഴും താഴ്ച കാര്യമേ ചിന്തിക്കുകയുള്ളൂ. ഞാൻ പാവപ്പെട്ടവനാണ്, എനിക്ക് സമ്പത്തില്ല, എനിക്ക് വിദ്യാഭ്യാസമില്ല, എനിക്ക് നല്ലൊരു വീടില്ല, എനിക്ക് നല്ല മക്കളില്ല, എൻ്റെ മക്കൾക്ക് വിദ്യാഭ്യാസമില്ല, ഇതിൽ കൂടുതലൊന്നും എനിക്ക് ഏൺ ചെയ്യാൻ പറ്റില്ല, ഞാൻ ഇങ്ങനെ തന്നെ മരിക്കുകയുള്ളൂ, ഞാൻ ഇങ്ങനെ തന്നെയാണ്. അത് ആ ഒരു വിശ്വാസം അവൻ്റെ മനസ്സിൽ അടിയുറപ്പിച്ച് കഴിഞ്ഞു. ഞാൻ ഇങ്ങനെ തന്നെയാണ്. ഒരിക്കലുമില്ല. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ ഒരു ചിന്തകളെടുത്ത് മാറ്റുക. ഞാൻ ഇങ്ങനെ തന്നെയാണ്, എനിക്കിതേ പറ്റുള്ളൂ. ഒരിക്കലുമില്ല. ഒരു മനുഷ്യൻ്റെ മനസ്സെന്ന് പറഞ്ഞാൽ അത്രയും വിശാലമാണ്. അവന് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. അത് നമ്മളെ തന്നെ നമ്മൾ ആദ്യം വിശ്വസിപ്പിക്കുക, നമ്മളെ തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. എനിക്കിത് ചെയ്യാൻ സാധിക്കും, ഐ ക്യാൻ ഡു ഇറ്റ്.
എനിക്കിതെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ തന്നെ വിശ്വസിക്കുക, എന്നെ തന്നെ വിശ്വസിക്കുക. നമ്മളിൽ തന്നെ സന്തോഷമുള്ളവരായിരിക്കുക. എന്നും ചിരിച്ച മുഖത്തോടുകൂടി, സന്തോഷത്തോടുകൂടി, പ്രസന്നതയോടുകൂടി ബിഹേവ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ജീവിതമാണ്. നമുക്ക് ഈ ഒരു ജീവിതമേ ഉള്ളൂ. നമുക്ക് 10,000 ജീവിതമൊന്നുമില്ല. ഓരോ ദിവസവും നമ്മുടെ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കൂടുന്തോറും നമ്മുടെ വയസ്സിൻ്റെ ഓരോ ദിവസം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചെയ്യാൻ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ എങ്ങനെ ചെയ്യണമെന്ന് നമ്മളൊരു ഡിസിഷൻ എടുത്തിട്ട് എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുക, പൈസ മുടക്കാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യുക, നമ്മളെ കൊണ്ട് ചെയ്യാം, നമ്മുടെ കൈകൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇങ്ങനെ ചെയ്യുക. എല്ലാത്തിനും നമ്മളൊരു ഡിക്ഷണറി അല്ല, ഒരു ഡയറി, നമ്മൾ ഡയറിയുടെ അകത്ത് എഴുതി വെക്കുക. ബുക്കിൻ്റെ അകത്ത് എനിക്ക് ഇന്നത് വേണം, എനിക്ക് ഇന്നതായിരിക്കണം, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ സന്തോഷവതിയാണ്, ഞാൻ സന്തോഷവാനാണ്, ഞാൻ വളരെ ഹാപ്പിയാണ്, ഞാൻ ചെയ്യുന്നതെല്ലാം പെർഫെക്റ്റാണ്, എനിക്കിതെല്ലാം ചെയ്യാൻ സാധിക്കുന്നു. എഴുതുക. ദൈവത്തിന് നന്ദി പറയുക. എൻ്റെ ദൈവം എനിക്ക് തന്ന എല്ലാത്തിനും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ജീവിതത്തിന് നന്ദി പറയുന്നു. ഈ വായുവിന്, ഈ പ്രപഞ്ചത്തിന്, ഈ വെളിച്ചത്തിന്, ഈ കാറ്റിന്, ഈ മരങ്ങൾക്ക്, എല്ലാത്തിനും ഞാൻ നന്ദി പറയുന്നു. എനിക്ക് നന്ദി പറയുന്നു. എൻ്റെ ശരീരത്തിന്, എൻ്റെ മനസ്സിന്, എൻ്റെ കണ്ണുകൾക്ക്, എൻ്റെ കാതുകൾക്ക്, ഞാൻ ശ്വസിക്കുന്ന ഈ വായുവിന്, അത് ഞാൻ ശ്വസിക്കുന്ന ഈ മൂക്കിന്, അങ്ങനെ ഓരോന്നിനും, ഓരോ അവയവങ്ങൾക്കും നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ മക്കൾക്ക്, എൻ്റെ ഭർത്താവിന്, എൻ്റെ പാരൻസിന്, എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഈ ഭൂമിയിൽ എനിക്ക് ജീവിക്കാൻ അവസരം തന്ന സർവശക്തനായ ദൈവത്തിന് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ കാര്യങ്ങൾ ചടപടേന്ന് നടക്കും. ഓരോ പുതിയ വഴികൾ തുറന്നു തരും. ഈ ഓരോ പുതിയ വഴി നമുക്ക് തുറക്കുമ്പോൾ ഇത് എനിക്ക് തന്നെയുള്ള വഴിയാണോ എന്ന് നമ്മൾ ശങ്കിക്കും. പക്ഷേ ദൈവം ആ വഴിയിലേക്ക് തന്നെ നമ്മൾ ഉന്തിക്കൊണ്ട് പോകും. നമ്മൾ ബാക്കിലേക്ക് പോയാലും നമുക്കൊരു പ്രഷർ ഉണ്ടാവും, ഒരു പുഷപ്പ് ഉണ്ടാവും. നീ പൊയ്ക്കോ, നീ പോകണം, ആ വഴിയിലേക്ക് അങ്ങ് കയറി അങ്ങ് പോവുക. നമുക്ക് ഓരോ വഴി ദൈവം തുറന്നു തന്നത് ആ വഴിയിലൂടെ പോകാനാണ്. നമ്മൾ ആരാധിക്കുന്നത് സത്യസന്ധനായ ദൈവത്തിനെയാണ്, പരമശക്തനായ ദൈവത്തിനെയാണ്, ഇത്രയും സമ്പത്തുള്ള ദൈവത്തിനെയാണ്. ദൈവം നമുക്ക് ഒരാൾക്ക് ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ വാതിക്കെ കൊണ്ടുവന്ന് 1 കോടി രൂപയൊന്നും കൊണ്ടുവന്ന് വെച്ച് തരുന്നില്ല. ദൈവം നമ്മൾ പ്രാർത്ഥിക്കുന്നതനുസരിച്ച്, നമ്മൾ ആഗ്രഹിക്കുന്നതനുസരിച്ച് നമുക്കതിൻ്റെ ഉള്ള വഴി തുറന്നു തരും. ദൈവം ഒരാളെ വിജയിപ്പിക്കുന്നില്ല, നമ്മൾ അതിന് എഫേർട്ട് എടുക്കണം. ഒരു കുട്ടി വിജയിക്കണമെങ്കിൽ പ്രാർത്ഥിക്കണം, പഠിക്കണം. ആ കുട്ടിയുടെ തലയിൽ അത് കയറുന്നത് ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ കരുണയുമാണ്. ആ കുട്ടി ആ ബുക്കിലേക്ക്, പേപ്പറിലേക്ക് ഇത് എഴുതുന്നത് ഒരു ശക്തിയാണത്. അത് വേഗം എഴുതി പോകുന്നത്. അത് തന്നെയായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയും. നമുക്ക് തരുന്ന ഓരോ അവസരങ്ങളും ഒരു രത്നങ്ങളെപ്പോലും നമ്മൾ സൂക്ഷിച്ച്, അത് കാത്തു സൂക്ഷിച്ച് അതിനെ വിജയിപ്പിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുക. 100 പരാജയം ഉണ്ടാവും, പക്ഷെ ഒരൊറ്റ വിജയം നമ്മുടെ ജീവിതത്തെ മൊത്തം നമ്മൾ മാറ്റിമറിക്കും. ഉറപ്പാണ്. 100 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അതിനെന്നും നമ്മൾ മൈൻഡാക്കരുത്. എല്ലാം തരണം ചെയ്യണം. 1000 പ്രശ്നങ്ങൾക്കിടയിലെ ഒരു പ്രശ്നമല്ലാതിരിക്കുള്ളൂ. അതായിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ്. മുന്നോട്ട് തന്നെ പോവുക, എഴുതി വെച്ച് പ്രാർത്ഥിക്കുക, ദൈവത്തിന് നന്ദി പറയുക, എപ്പോഴും സന്തോഷമുള്ളവരായിരിക്കുക. നമ്മളെ കാണുമ്പോൾ മറ്റുള്ളവരും സന്തോഷിക്കട്ടെ. നമ്മുടെ പോസിറ്റീവാകട്ടെ, മറ്റുള്ളവരുടെയും ഒരു വഴികാട്ടി. ദൈവത്തിന് നന്ദി പറഞ്ഞ് ജീവിക്കുക. എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ.